റൗണ്ട് ഷേപ്പിൽ പരത്തി വെച്ച ഡോ രണ്ടായിട്ട് മുറിക്കുക. ഇനി അത് തിളച്ച എണ്ണയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നന്നായിട്ട് വേവിക്കുക. ഇപ്പം നല്ല ബോൾ പോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിയായ ബട്ടൂര നമ്മളിവിടെ ഒരു സേവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ സൽക്കാരങ്ങളിലും മറ്റും മാത്രം കഴിച്ചു പരിചയമുള്ള ബട്ടൂര വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബട്ടൂര ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രുചികരമായ ബട്ടൂര തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിനകത്തേക്ക് 3 കപ്പ് മൈദയാണ്. മൈദപ്പൊടി 3 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 കപ്പ് മൈദപ്പൊടിക്ക് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ റവ വറുത്ത് പൊടിച്ചത് അത് ചേർത്ത് കൊടുക്കുക. റവ ചേർത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കൈ ഉപയോഗിച്ചും മറ്റും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് തൈരാണ്. തീരെ പുളിയില്ലാത്ത 1/4 കപ്പ് തൈരാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. തൈര് 1/4 കപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടെ പുരട്ടി കൊടുക്കാം. ഓയിൽ പുരട്ടിയതിന് ശേഷം ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചെറിയ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ബോൾ രൂപേണ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൂരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കുന്നത് പോലെ അത് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ ചെറിയ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അത് നമ്മുടെ വലുപ്പം ചെറുപ്പം നമ്മൾ ഇഷ്ടാനുസരണം ഉണ്ടാക്കാം. ഞാൻ ഇതിനെ ഒരു പൂരിയുടെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഇത് നടുവിൽ 2ആയിട്ട് മുറിച്ചെടുത്തു. അതിനുശേഷം ഇത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്നിനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഇതിപ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇനി അത് മറിച്ചിട്ട് വീണ്ടും അതുപോലെ ഒന്ന് ചെറുതായി തട്ടി കൊടുക്കുക. ഇതിപ്പം 1 മിനിറ്റ് കൊണ്ട് തന്നെ സാധനം വെന്തിട്ടുണ്ട്. ഇപ്പം ബട്ടൂര വെന്തു. ഇനി നമ്മുടെ ഇഷ്ടാനുസരണം, നമ്മുടെ ഏത് ഷേപ്പിലാണോ നമുക്കിഷ്ടം, ഹാർട്ട് ഷേപ്പ് വേണമെങ്കിൽ ഹാർട്ട് ഷേപ്പ് ആക്കാം, അതേപോലെ തന്നെ ഇതുപോലുള്ള ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അതെല്ലാം റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റും. വളരെ സോഫ്റ്റാണ് നമ്മുടെ ബട്ടൂര. അപ്പോൾ ബട്ടൂര സാധാരണ രീതിയിൽ സൽക്കാരങ്ങളിലും മറ്റും യഥേഷ്ടം കാണാറുണ്ട്. എന്നാൽ സ്വന്തം വീട്ടിൽ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഈ ബട്ടൂര ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കാരണം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട്, റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ.